നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഈ യൂണിവേഴ്സിൽ നിന്നും അതിവേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ്. അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ എനർജി എന്താണ്, നിങ്ങൾക്ക് വഴിത്തിരിവാകുന്ന യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് തന്നെ എന്താണ്, ചില കാര്യങ്ങളിൽ വ്യക്തമായ ഒരു തീരുമാനമെടുക്കാനോ മുന്നോട്ട് പോകാനോ സംശയിച്ച് നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു റീഡിങ് കേൾക്കാൻ വേണ്ടി നിങ്ങളെ യൂണിവേഴ്സ് ഇവിടെ എത്തിച്ചത് തന്നെയാണ്. ഇതൊരിക്കലും ആകസ്മികമായിട്ടായിരിക്കില്ല നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചു കാലമായി തന്നെ മനസ്സിനെ അലട്ടുന്ന ചില ചിന്തകളും വഴിമുട്ടിപ്പോകുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുക തന്നെ വേണം. എന്താണ് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്? ഇവിടെ ചിലരിലെ എനർജി കാണാൻ സാധിക്കുന്നത് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകളും അതിൽ നിന്ന് ഒരു മോചനം നേടുന്നത് ചിന്തിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ചില ആശങ്കകൾ, മനസ്സിൽ ചില ഭയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നിങ്ങൾ അറിയുക, ഇപ്പോൾ ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഈ ഒരു ഗൈഡൻസ് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾക്കിനി ഒട്ടും തന്നെ ഭയം വേണ്ട, സംശയവും വേണ്ട. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പുറത്തു കടക്കുവാനായിട്ടുള്ള സമയമായി. കാരണം അനുഭവിച്ച കുറേ പ്രശ്നങ്ങൾ അത് മനസ്സിൽ വലിയ ഒരു ഭാരമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളുടെ വാക്കുകളോ പ്രവൃത്തികളോ ഇപ്പോഴും മനസ്സിൽ നിന്നും മായാതെ കിടക്കുന്ന ഒരു സമയമാണെങ്കിൽ അവർ നിങ്ങളോട് ചെയ്തത് നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതായിരിക്കും. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് സന്ദേശമായി ഇവിടെ കാണുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കുള്ള നീതി എപ്പോഴും നിങ്ങളുടെ കൈകൊണ്ടായിരിക്കില്ല കിട്ടുന്നത്. നിങ്ങളെ വിഷമിപ്പിച്ച വ്യക്തിയുടെ ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ഫലം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ്. കർമ്മഫലം എന്ന ഒരു ആശയം തന്നെയാണത്. അത് നമുക്ക് വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശക്തി നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകുന്നു. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നതും അതാണ്. ഇപ്പോഴിവിടെ നിങ്ങളുടെ എനർജിയിൽ കാണാനായത് തന്നെ കഴിഞ്ഞ കാലത്തെ ഏറ്റവും വലിയ വിഷമം നിറഞ്ഞ ആ ഒരു കാര്യം, ആ ഒരു ഭാരം തന്നെ പതുക്കെ നിങ്ങളെ വിട്ടൊഴിയുന്നു എന്നതിൻ്റെ അടയാളം തന്നെയാണ്. നിങ്ങളെ തളർത്തിയ ഒരു ബന്ധമാകാം, ചിലരുടെ പെരുമാറ്റമാകാം, അതുമല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ തന്നെ ആകാം. അതിൽ നിന്നെല്ലാം മനസ്സ് മോചിതമാകുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ പോവുകയാണ്. ഇവിടെ കാണാനാകുന്നത് അതുതന്നെയാണ്. അതേസമയം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അവഗണിക്കാതെ നിങ്ങൾ കൃത്യമായ ചികിത്സ തേടുന്ന ഒരു സമയമാണ്. അതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുങ്ങുകയാണ്. ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ദൈവികമായിട്ട് തന്നെ നിങ്ങൾക്ക് ചില വാതിലുകൾ തുറന്നു വരും. ജീവിതത്തിലേക്ക് ആ ഒരു ശ്രദ്ധയും ആത്മവിശ്വാസവുമാണ് വേണ്ടുന്നത്. നിങ്ങളുടെ ശരീരവും മനസ്സും സംരക്ഷിക്കുവാനായിട്ട് നിങ്ങൾ പൂർണ്ണമായും തയ്യാറാകും. നല്ല ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് പലതും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ഘട്ടം തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ ഒരു എനർജി ഒരു ഹീലിംഗ് ഫേസിൽ തന്നെയാണുള്ളത്. നിങ്ങൾക്ക് അനുകൂലമല്ലാതെ ചുറ്റിലും പല വ്യക്തികളുണ്ടെങ്കിലും എല്ലാവരും നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവരായിരിക്കില്ല. എന്നാൽ നിങ്ങളോട് വളരെയധികം ദോഷം ചെയ്ത വ്യക്തികൾ അവർക്കുള്ള ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളിനി ആ ഒരു കാര്യത്തിൽ വിഷമിക്കേണ്ടതില്ല. ജീവിതത്തിൻ്റെ എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കും അവർക്ക് തിരിച്ചടികളൊക്കെ വന്നെത്തുന്നത്. അത് എപ്പോഴായിരിക്കും, എന്നായിരിക്കും എന്നൊന്നും നിങ്ങളിനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരുടെ കർമ്മ എന്താണെന്ന് കാത്തിരുന്ന് നിങ്ങളുടെ സമാധാനവും കളയേണ്ടതില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നത് നമ്മുടെ കർമ്മയാണ് നമ്മൾക്കുള്ള വളർച്ച. അതുമാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. നിങ്ങൾ വീണിടത്ത് നിന്നും എഴുന്നേൽക്കുക. അത് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം തിരിച്ചു പിടിക്കുക എന്നതാണ് സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തന്നെ തുടങ്ങുന്നതിന് സമയമായിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ശക്തമായ ഒരു യൂണിവേഴ്സ് ഗൈഡൻസ് തന്നെ നിങ്ങൾക്ക് വരുന്നത്. കരയിച്ച കുറേ കാര്യങ്ങൾ കാണും. ആ കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്ന ഒരനുഭവമായിട്ട് മാറാം. അതുകൊണ്ട് എല്ലാം ഒന്ന് മാറ്റി നിർത്തി
സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി മുന്നോട്ട് പോവുക. മനസ്സിൽ ഒരു കാര്യം എപ്പോഴും ഓർത്തു വയ്ക്കുക, എനിക്ക് ഭയപ്പെടേണ്ടതില്ല. സ്വന്തം ജീവിതത്തെ ശ്രദ്ധിക്കുവാനും അവിടെ സമാധാനം നിലനിർത്തുവാനും എനിക്ക് സാധിക്കും. എന്നെ ദ്രോഹിച്ചവരുടെയും വേദനിപ്പിച്ചവരുടെയും ഒക്കെ ഫലം ഞാൻ വഹിക്കേണ്ടതില്ല എന്നും മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു എനർജിയിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജ് തന്നെയാണിത്. പഴയ അധ്യായങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ പുതിയൊരു വഴിയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ജീവിതത്തിലേക്ക് വരുന്നത് സന്തോഷമുള്ള ചില സമയങ്ങൾ തന്നെയാണ്, ചില ദിവസങ്ങൾ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഒരു സമയം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്നു. അതൊരു ഭാഗ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നു. അതിൻ്റെ തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ചില വ്യക്തികളെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. എന്തൊക്കെയോ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ പറയാനാകുന്ന ചില വ്യക്തികളെ തന്നെ നിങ്ങൾ കണ്ടുമുട്ടാം. ഒരു പക്ഷേ അവിടെ വെച്ച് നിങ്ങൾക്ക് ചില വ്യക്തികളുടെ സഹായമോ അതല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നല്ല തീരുമാനമോ ഒക്കെ കണ്ടെത്തുവാനുള്ള ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം തന്നെ വന്നു ചേരുന്നു. അതൊന്നും വെറുതെ അല്ല, നിങ്ങൾ വിശ്വസിച്ച ശക്തിയുടെ സഹായം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിയ ദൈവികമായ സഹായം തന്നെയാണത്. പോസിറ്റീവ് ചിന്തകളാണ് നിങ്ങളെ അവിടേക്ക് നയിക്കുന്നത്. പലപ്പോഴും നിങ്ങളെ അത് സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. മുന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെ തുടങ്ങുമെന്ന് ഒരു രൂപമില്ലാതെ നിന്ന സമയങ്ങളിൽ ദൈവികമായ ഒരു അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അനുഭവിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. ഇവിടെ പല വ്യക്തികളുടെയും ആ ഒരു എനർജി അങ്ങനെയാണ് കാണുന്നത്. പല മാർഗങ്ങളിലൂടെ ആവും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക. പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ദൈവികമായ ഒരു സഹായം നിങ്ങൾക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനാൽ ജീവിതത്തിൻ്റെ ഒരു വശത്ത് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയാലും അതൊക്കെ വിട്ട് കഠിനാധ്വാനം ചെയ്യുവാനും ശ്രമങ്ങൾ നടത്താനുള്ള ഒരു മനസ്സും ശരീരവും ഉണ്ട്. ആ മാനസികാവസ്ഥ സ്ഥിരതയോടുകൂടി നിലനിർത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിന് ഈശ്വരൻ്റെ സഹായം മാത്രമേ നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നുള്ളൂ. നിങ്ങളുടെ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾക്കെല്ലാം വഴിവെക്കുന്നത് അത് മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്ന ആ കാര്യങ്ങളുടെ നിറം മങ്ങിക്കഴിഞ്ഞാൽ ആത്മാവും മനസ്സും എല്ലാം മങ്ങിപ്പോകും. മനസ്സിൽ ദൈവികമായ ഊർജം എന്നും നിലനിൽക്കുന്ന ആ ഒരു സമയത്തോളം നിങ്ങൾക്ക് സദാ ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. സർവശക്തിയും എടുത്ത് പലതിനെയും നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സിലെ ചില ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനഃശാന്തിയും സമാധാനവും അനുഭവിക്കുന്ന ഒരവസ്ഥ കൈവരും. അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഈ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. കാരണം കഴിഞ്ഞുപോയ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ഭയപ്പെടാനില്ല. നിങ്ങൾക്കുള്ളിൽ ആ ശക്തിയുണ്ട്, അത് നിങ്ങൾക്ക് ആശ്രയമായി കൂടെയുണ്ട്. അനായാസമായിട്ട് നിങ്ങൾക്ക് ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് സൂചന. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ളത് ജീവിതത്തിന് പ്രയോജനം ചെയ്യുന്ന ഏതോ ഒരു നല്ല കാര്യം ചെയ്യണമെന്നും അതിനെപ്പറ്റിയുള്ള ചില ആഗ്രഹങ്ങളാണ്. അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നന്മ നിറഞ്ഞ ഒരു മനസ്സുകൊണ്ട് തന്നെയാണ് ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഈ സന്ദേശം നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ജീവിതം മുന്നേറണമെന്ന് നിങ്ങൾ തന്നെ ആഗ്രഹിക്കുന്ന ഒരു സൂചനയാണത്. സത്യസന്ധമായും നന്മയോടുകൂടിയും നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും മടിച്ചിരിക്കരുത്. മുന്നോട്ട് തന്നെ ധൈര്യമായിട്ട് പോകാം. എന്ത് തടസ്സങ്ങളുണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ളൊരു ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട്. ജീവിതത്തിൽ നിങ്ങളെടുത്ത ഒരു പോസിറ്റീവായിട്ടുള്ള ചുവടുവയ്പ്പായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ഒരാഗ്രഹം. അതൊരു മാറ്റം തന്നെ ആയിരിക്കും. ആ മാറ്റത്തിനായിട്ട് കുറച്ച് സ്ഥലം, കുറച്ച് സമയം അതൊക്കെ മാറ്റിവെക്കുക. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ വഴിതെറ്റിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അകന്നു നിൽക്കുവാനായിട്ട് തീർച്ചയായും സാധിക്കും. കാരണം നിങ്ങൾക്ക് സ്വസ്ഥതയുള്ള ഒരു മനസ്സുണ്ടെങ്കിലേ സമാധാനമായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓരോ ചെറിയ പരിശ്രമത്തിൻ്റെയും ആകെത്തുകയാണ്
വിജയമെന്നത് തന്നെ. കൂടുതൽ അധ്വാനിക്കും തോറും ഭാഗ്യം ലഭിക്കുന്നത് നാം മനസ്സിലാക്കും. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നിരുത്സാഹപ്പെടുത്താനായിട്ട് പലരും കാണും. നല്ല വാക്ക് പറയാൻ ആരും കാണുകയില്ല, നമ്മൾ മാത്രമേ കാണുകയുള്ളൂ. ചിലർ പറയും നിങ്ങൾക്കൊരു മാറ്റവും വരുത്താനാവില്ലെന്ന്. ചിലർക്ക് പരിശ്രമിക്കുന്നതിനെ തന്നെ ഭയമാണ്. കാരണം നിങ്ങൾ വിജയിക്കുമോ എന്നൊരു ഭയം, അല്ലെങ്കിൽ നിങ്ങളുടെ വിജയം കാണാൻ അവർക്ക് സാധിക്കുന്നില്ല, അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ല. അതിനാൽ നിങ്ങളുടെ മുഴുവൻ ശക്തിയും തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിശ്ചയപ്പെടുത്തുക. നിങ്ങൾക്ക് തീർച്ചയായും അത് നേടാനായിട്ട് സാധിക്കും. ക്ഷമയും അധ്വാനവും എല്ലാം നിങ്ങൾക്കുണ്ട്. ഒരു മൂല്യമുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ. കുറ്റപ്പെടുത്തലും അപവാദവും ഒക്കെ കേട്ട് നിങ്ങൾ അതിൽ കേന്ദ്രീകരിച്ച് നിന്നാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം തകർന്നു പോകും. അതുതന്നെയാണ് അവരുടെ ലക്ഷ്യവും. നിങ്ങളുടെ കരുത്ത് അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളെ തളർത്തി നിങ്ങളെ ഛന്നഭിന്നമാക്കാനായിട്ട് പലരും ശ്രമിക്കുന്ന തന്ത്രങ്ങളാണ് അതെല്ലാം. നിങ്ങളുടെ മനസ്സിലുള്ള ദൃഢനിശ്ചയം അത് ശക്തമാണെങ്കിൽ ഒന്നിനും നിങ്ങളെ പിന്നോട്ടാക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുക. മുൻപ് നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള പല കാര്യങ്ങളും സാധ്യമായിട്ടുള്ള നേട്ടങ്ങളായി നിങ്ങൾ മാറ്റുക തന്നെ ചെയ്യും. ഈ പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്.